അപ്പോൾ എക്സ്പ്ലോർ ടൈംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വാഗമൺ ഉണ്ണിച്ചെടിക്കാർ എന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള റിസോർട്ടാണ്. ഇതിൻ്റെ പേര് വാഗാമിസ്റ്റ് എന്നാണ് അതിൻ്റെ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. വാഗമണിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ വരുമ്പോഴാണ് ഈ ഉണ്ണിച്ചെടിക്കാട് എന്ന സ്ഥലം. ഉപ്പുതറ റൂട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ നിന്നപ്പോൾ നല്ല മണം. അപ്പോൾ അത് എന്താ നോക്കിയപ്പോൾ നമ്മുടെ ഇവിടെ അത് നല്ല കാട്ടുപുല്ലാന്ന് തോന്നുന്നത്. നല്ല മണമുണ്ട് സംഭവം. നല്ല മണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ കുറേ നേരം നോക്കുന്നത് എവിടെ നിന്ന് ഈ മണം വരുന്നതെന്ന് നോക്കിയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ മുല്ലാന്ന് തോന്നുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, കാട്ടുമുല്ല പോലെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പാർക്ക് ഒരു ചെറിയ മിനി പാർക്കുണ്ട്, കുട്ടികൾക്കുള്ള ഒരു ചെറിയ പാർക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം. എങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ലാൻഡ്സ്കേപ്പ് തന്നെയാണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടുത്തെ റൂമിൻ്റെ കാറ്റഗറി ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ വരുന്ന ഡീലക്സ് റൂമുകൾ വരുന്നുണ്ട്, അതേപോലെ എക്സിക്യൂട്ടീവ് സ്യൂട്ട് റൂമുകൾ വരുന്നുണ്ട്, പിന്നെ ലക്ഷറി കോട്ടേജും അതുപോലെ ഡീലക്സ് കോട്ടേജുകളാണ് വരുന്നത്. ഈ കോട്ടേജുകളെ സംബന്ധിച്ചിടത്തോളം പറയാൻ 2 ബെഡ്റൂം കോട്ടേജ് ആയിട്ടുണ്ട്, 3 ബെഡ്റൂം കോട്ടേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ ബ്ലോക്കിൽ ഈ 2 റൂംസുമാണ് ഡീലക്സ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ തൊട്ടപ്പുറമുള്ള ഇവിടെ ഈ ഫ്ലോറിലും താഴെ ഗ്രൗണ്ട് ഫ്ലോറിലും വരുന്നതാണ് സ്യൂട്ട് റൂം, എക്സിക്യൂട്ടീവ് സ്യൂട്ട് റൂമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് സ്യൂട്ട് റൂം നമുക്ക് നോക്കാം. അതേപോലെ ചെറിയൊരു ടേബിള് ഇട്ടിട്ടുണ്ട്, നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അങ്ങനെ സൗകര്യമുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു കിങ് സൈസ് ബെഡാണ് ഇവിടെ വരുന്നത്. നല്ലൊരു വാർഡ്രോബും ചെറിയൊരു ഡ്രസ്സിങ് ടേബിളും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ ബാത്റൂമാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ബാത്റൂമാണ്. 24 hour ഹോട്ട് വാട്ടർ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ റൂമിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. പിന്നെ ഈ റൂമിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡും നമുക്ക് മൗണ്ടൻ വ്യൂവും തേയിലത്തോട്ടം ഒക്കെയാണ് നമുക്ക് ഈ റൂമിൽ നിന്ന് വരുന്ന വ്യൂസ് എന്ന് പറയുന്നത്. TV കാണണമെങ്കിൽ TV ഉണ്ട് ഈ റൂമിൽ. പിന്നെ അതേപോലെ ഒരു സൈഡ് ബാൽക്കണി വരുന്നത് ഇങ്ങനെയാണ്. ഈ റൂമിൻ്റെ നമുക്ക് തേയിലത്തോട്ടത്തിലേക്കൊക്കെ നമുക്ക് നോക്കിയിരിക്കാം. രാത്രി മഞ്ഞൊക്കെ ഉള്ള സമയമാണ് നമുക്ക് ശരിക്കും നന്നായിട്ട് കൂടി ഇരുന്നിട്ട് ഒരു കസേരയൊക്കെ ഇട്ടിരുന്നാൽ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാവുന്ന സൗകര്യം ഇവിടെ ഉണ്ട്.
അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഡീലക്സ് റൂം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഡീലക്സ് റൂം. ഡീലക്സ് റൂം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. ഒരു ചെറിയ ടേബിൾ അവിടെയുണ്ട്. അതേപോലെ തന്നെ നല്ല കിങ് സൈസിൽ വരുന്ന ബെഡ് തന്നെയാണ്. പിന്നെ വരുന്നത് നമുക്ക് മറ്റേ എക്സിക്യൂട്ടീവ് സ്യൂട്ട് റൂമിൽ വരുന്ന പോലത്തെ തന്നെ നമ്മുടെ ഒരു വാർഡ്രോബ് ഉണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്, പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് ഇതിൽ വരുന്നത്. ഇത് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഈ ഡീലക്സ് റൂം വരുന്നത്. നമ്മുടെ പാർക്കിംഗ് സ്പേസിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് വരുന്നത്. അതാണ് ഇവിടുത്തെ 2 ബെഡ്റൂമും 3 ബെഡ്റൂം കോട്ടേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലക്ഷറി കോട്ടേജ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ടോട്ടലി 3 റൂമാണ് ഉള്ളത്. എന്നിട്ട് ഒരു റൂം ഇങ്ങനെയാണ് വരുന്നത്. വ്യൂ വരുന്നതെല്ലാം മൗണ്ടൻ വ്യൂ ആണ് വരുന്നത്. നമുക്ക് എൻ്റെ ബാത്റൂം കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇവിടുത്തെ മറ്റൊരു റൂമും കൂടി നമുക്ക് കാണാം. ഇവിടുത്തെ രണ്ടാമത്തെ റൂം ഇതാണ്. ഇതിനും ബാൽക്കണി ഉണ്ട്. ഈ രണ്ട് നിലകളിലായിട്ടാണ് ഈ കോട്ടേജ് വരുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ നിലയിൽ അപ്പോൾ 2 റൂമും ചെറിയൊരു കിച്ചൻ്റെ ഒരു ചെറിയൊരു പാൻട്രി പോലത്തെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ നിലയിൽ ഒരു റൂമും ചെറിയൊരു ബാർ കൗണ്ടർ പോലത്തെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് മൊത്തത്തിൽ 3 കോട്ടേജാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് അടിയിലത്തെ ഫ്ലോറിൽ 2 റൂമും മുകളിലത്തെ ഫ്ലോറിൽ ഒരു റൂമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കാം. മുകളിലത്തെ ഫ്ലോർ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു ആക്സസ് ഉണ്ട് ഇവിടുന്ന് താഴേന്ന്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇവിടുന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് താഴത്തെ ക്വാളിറ്റി ആയിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ ചെറിയൊരു ബാർ കൗണ്ടർ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാൽക്കണി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. നമുക്ക് മൊത്തത്തിലുള്ള വ്യൂ ഉണ്ട്. പിന്നെ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ റൂമുകളും കൂടി ഒന്ന് കാണാം. മുകളിലും ഇതുപോലെ മുകളിൽ ഒരു റൂമാണ് ഉള്ളത്. മുകളിലെ റൂമിനും ബാൽക്കണിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ടൊരു ഹാള് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിരുന്ന് ഒരു ചെറിയ മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് പ്രൈവറ്റായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസ് തന്നെയാണത്. ഗ്ലാസ് ഒക്കെ ഇട്ട് കവേർഡ് ചെയ്ത ഒരു ചെറിയൊരു റൂമായിട്ടാണ്, ഒരു ഹാള് പോലെ അറേഞ്ച് ചെയ്തേക്കാണ്. ഇപ്പോൾ ഈ മുകളിലത്തെ ഫ്ലോറിന് സെപ്പറേറ്റ് ആയിട്ട് ആക്സസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ആക്സസ് ഇവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതിൻ്റെ എൻട്രൻസ് പുറകിലൂടെയാണ് വരുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡീലക്സ് കാറ്റഗറിയിൽ വരുന്ന കോട്ടേജ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ജസ്റ്റ് കയറി നോക്കാം. ഇവിടെ തന്നെ നമുക്ക് കാണാം ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ പോലെയുണ്ട്. പിന്നെ ചെറിയൊരു ടീ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് ഒരു 2 റൂമാണ് ഇവിടെ വരുന്നത്.
ബാൽക്കണി ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിൻ്റെ വ്യൂ എന്ന് പറയുമ്പോൾ തേയിലത്തോട്ടങ്ങളും മൗണ്ടൻസും തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെയാണ് ക്യാമ്പ് ഫയറും ബാർബിക്യൂം അതേപോലെ പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ നമ്മുടെ ഈ റിസോർട്ട് ബാക്കിലായിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ തേയിലത്തോട്ടങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഈ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊട്ടക്കുന്നാണുള്ളത്. ഒരു വിശാലമായ സ്ഥലമാണ് ഈ റിസോർട്ടിൻ്റെ ബാക്കിൽ. ഒരുവിധ ശല്യങ്ങളുമില്ല. നമുക്ക് കുട്ടികളായിട്ട് വന്നാൽ തന്നെ കുട്ടികൾക്കൊക്കെ ഇതിലൊക്കെ ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട് നിറയെ. നമുക്ക് ഫാമിലി ആയിട്ട് വന്നാൽ പോലെ നമുക്ക് ഈവനിങ് കൂടെ വന്ന് സൺസെറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. നമുക്ക് വാഗമണിലെ മലനിരകളാണ് ഫുള്ളായിട്ട് കാണുന്നത്. ഇന്ന് സ്കൈ നല്ല ബ്രൈറ്റാണ്, നല്ല ക്ലിയറുമാണ്. അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂസാണ് ഇതെല്ലാം. അപ്പോൾ വാഗമണിലെ മലനിരകളാണിത് ഫുള്ള്. അപ്പോൾ വാഗമണിൽ വന്ന് താമസിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ സ്പെഷ്യൽ റേറ്റിൽ റൂം ബുക്ക് ചെയ്ത് തരുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.